നമസ്തേ പ്രിയമുള്ള പ്രേക്ഷകരെ, ഇവിടെ ചർച്ച ചെയ്യുന്ന ജ്യോതിഷ വിഷയം നിങ്ങളുടെ നാളെയിൽ നാം ചർച്ച ചെയ്യുന്നു. നാളത്തെ ദിനം 1201 കർക്കടക മാസം 17-ാം തീയതി, രവിവാരം, ഞായറാഴ്ച, ഇംഗ്ലീഷ് കലണ്ടർ പ്രകാരം 2026 ഓഗസ്റ്റ് മാസം 2-ാം തീയതി. നാളെ ഞായറാഴ്ചത്തെ സൂര്യോദയം 6:17 കാലത്ത്, വൈകിട്ട് 6:47 തൃശ്ശൂരിൽ. നാളത്തെ രാഹുകാലം നിങ്ങൾക്ക് സുപരിചിതമാകുന്നു. വൈകിട്ട് 4:30 മുതൽ 6 മണി വരെയുള്ള സമയം രാഹുകാലം, 1.5 മണിക്കൂർ ദൈർഘ്യ സമയം ആ രാഹുകാലം. എന്നാൽ ശുഭകാര്യങ്ങളൊന്നും തന്നെ അനുഷ്ഠിക്കാറില്ല. നാളെ തിഥി കറുത്തപക്ഷത്തിലെ ചതുർത്ഥി തിഥിയാകുന്നു. തിഥികളിൽ ഒഴിഞ്ഞ തിഥിയാണ് ചതുർത്ഥി. 4, 9, 14 ചതുർത്ഥി, നവമി, ചതുർദശി. അത് വെളുത്ത പക്ഷത്തിലേതായാലും കറുത്ത പക്ഷത്തിലേതായാലും ആ തിഥി വളരെയധികം സാമ്പത്തികമായ പ്രശ്നങ്ങളെ ഉണ്ടാക്കും. കാരണം ജ്യോതിഷത്തിൽ തിഥിയാണ് പഞ്ചാംഗത്തിലെ ഒന്നാമത്തെ ഭാഗം. ഭൂരിശ്രീ വിഭവ തിഥി ശ്രവണത. തിഥി ശ്രവിക്കുന്നതിലൂടെ വിഭവ സമാഹരണം ഉണ്ടാകുന്നു. അതിനാൽ വിഭവ സമാഹരണത്തിന് പറ്റിയ തിഥിയല്ല നാളത്തേത്. നാളത്തെ നക്ഷത്രമോ? നാളത്തെ നക്ഷത്രം പുരൂരുട്ടാതി നക്ഷത്രമാണ്. നാളെ കാലത്ത് മുതൽ പുരൂരുട്ടാതി കുംഭൻ രാശിയാണ്. അതും വളരെ ദുർബലമായ പുരൂരുട്ടാതി നക്ഷത്രമാണ്. പുരൂരുട്ടാതി മുപ്പൂരത്തിൽപ്പെടുന്ന നക്ഷത്രമാണ്. പൂരം, പൂരാടം, പുരൂരുട്ടാതി. അത് യാത്രയ്ക്കോ വിത്തിട്ടാൽ പൊടിക്കാത്തതോ ആയ നക്ഷത്രമാകുന്നു. അങ്ങനെയുള്ള 7 നക്ഷത്രങ്ങളുണ്ട്. യമരുദ്രാഹി, മുപ്പൂരം, തൃക്കേട്ട, ഇവ 7 നാൾ. തൃക്കേട്ട, പൂരം, പൂരാടം, പുരൂരുട്ടാതി, യമൻ ഭരണി, അഹി ആയില്യം, രുദ്രൻ തിരുവാതിര. ഇതൊന്നും യാത്രക്ക്, പുതിയ സംരംഭത്തിനു പറ്റിയ നക്ഷത്രമല്ല. നാളെ ഞായറാഴ്ചയാണ്. നാളെ എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് ദുർബലമായ തിഥിയിൽ, അപ്രകാരം തന്നെ വളരെ ദുർബലമായ ഒരു നക്ഷത്രത്തിൽ ഒരു മുഹൂർത്തവും തരാൻ യാതൊരു നിർവാഹവുമില്ല. നാളത്തെ പ്രാർത്ഥന പുരൂരുട്ടാതി നക്ഷത്രമാകയാൽ നാളെ വിഷ്ണുക്ഷേത്ര ദർശനം വളരെ നല്ലതാണ്. തുളസിമാല, പാൽപ്പായസം മഹാവിഷ്ണുവിന് സമർപ്പിക്കണം. പുണർദം, വിശാഖം, പുരൂരുട്ടാതി ഈ നക്ഷത്രങ്ങളുടെ അധിപനായ വ്യാഴമാകുന്നു. വ്യാഴം ആരാകുന്നു? ജീവോ നാരായണ. ബുധനെ കൊണ്ടാണ് ദ ഇൻകാർണേഷൻ ഓഫ് ലോർഡ് വിഷ്ണു, മഹാവിഷ്ണുവിൻ്റെ 10 അവതാരങ്ങളെയും നാം ചിന്തിക്കുന്നത്. വ്യാഴത്തിനെ കൊണ്ടാണ് മഹാവിഷ്ണുവിനെ ചിന്തിക്കുന്നത്. അതിനാൽ വിഷ്ണു ക്ഷേത്ര ദർശനം, നാരായണ കവചം ഒക്കെ ഭജിക്കുന്നത് വളരെയധികം പ്രയോജനങ്ങൾ ഉളവാക്കുന്നതാണ്. ഏതായാലും ശോഭനമായ നല്ലൊരു നാളത്തെ ദിനത്തെ പ്രാർത്ഥിക്കുന്നു. നന്ദി, നമസ്തേ.